ഇറ്റാലിയൻകാരനായിരുന്നുവെങ്കിലും ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ അന്ത്രയ അക്വിറ്റിസിനും അന്തോണിയയ്ക്കും ജനിച്ച 1991 മെയ് 3 ജനിച്ച അവരുടെ ഏക സന്താനമായിരുന്നു കാർലോ അക്വിറ്റിസ്. വളരെ ചെറുപ്പം മുതലേ തന്നെ ഈ കുഞ്ഞ് ദേവാലയത്തോടും കൂദാശകളോടും പരിശുദ്ധ അമ്മയോടുമൊക്കെ പ്രത്യേകമായൊരു താല്പര്യം കാണിച്ചിരുന്നതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 7ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് ഈ കുഞ്ഞ് ഒരുങ്ങിയപ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് വളരെ നൈസർഗികമായി തന്നെ പറയുന്നുണ്ട്, സ്വർഗത്തിലേക്കുള്ള ഒരു സൂപ്പർ ഹൈവേ ആണ് വിശുദ്ധ കുർബാന എന്ന്. തൻ്റെ മാതാവിൻ്റെ അമ്മ നിര്യാതയായപ്പോൾ ഈ അമ്മ സ്വർഗത്തിലേക്കാണ് പോയതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തപ്പോൾ അത്ര വലിയ വിശ്വാസിയൊന്നുമല്ലാതിരുന്ന സ്വന്തം അമ്മയെ കൂട്ടി കൂടെ അമ്മൂമ്മയെ അടക്കം ചെയ്ത ദേവാലയത്തിലേക്ക് പോകാൻ ഈ കൊച്ചു കാർലോ നിർബന്ധിക്കുമായിരുന്നത്രേ. ചോദിച്ചപ്പോൾ കാർലോ പറയുമായിരുന്നു, സ്വർഗത്തിലേക്ക് പോയ അമ്മൂമ്മയോട് പ്രാർത്ഥിക്കാനായിട്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നതെന്ന്. കുദാശകളോടും മാതാവിനോടുള്ള ഭക്തിയോടുമൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ കുഞ്ഞ് വളർന്നു വരാൻ ഈ കുഞ്ഞിനെ നോക്കിയിരുന്ന ഒരു പോളണ്ടുകാരിയായ ആയ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോഴേ തന്നെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനമുള്ള ഒരു വിശുദ്ധനായിട്ട് വിശുദ്ധ ഡൊമിനിക് സാവിയോയെ കാർലോ സ്വീകരിച്ചത്. നമുക്കറിയാം, ഡൊമിനിക് സാവിയോ ഇറ്റലിക്കാരനായിരുന്നു. ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് കാർലോ ജനിച്ചതെന്നുണ്ടെങ്കിലും പിന്നീട് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മാതാപിതാക്കൾ ഇറ്റലിയിലെ മിലാനിൽ അവരുടെ താമസം ആരംഭിക്കുന്നുണ്ട്. ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ അവരുടെ ഉദ്യോഗവും അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസും ഒക്കെ ആയിട്ട് ആ കുടുംബം തരക്കേടില്ലാത്തൊരു സാമ്പത്തിക ഭദ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ കുഞ്ഞിനെ അവർ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ കുഞ്ഞിൽ അവർ ശ്രദ്ധിച്ച അനിതര സാധാരണമായ രീതിയിലുള്ള ഭക്തകാര്യങ്ങളും ദേവാലയത്തോടും സഭാ സംവിധാനങ്ങളോടുള്ള അടുപ്പമൊക്കെ അവരെയും വളരെ ആകർഷിച്ചിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ വിശുദ്ധ ഡൊമിനിക് സാവിയോയെ കുറിച്ച് ഈ കുഞ്ഞ് പഠിച്ചപ്പോൾ, ഡൊമിനിക് സാവിയോ ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന സമയത്തെടുത്ത പ്രതിജ്ഞ പോലെ തന്നെ കൂടെ കുമ്പസാരിക്കും, അടുത്തടുത്തുള്ള കുമ്പസാരം വിശുദ്ധ ജീവിതത്തിലേക്ക് തന്നെ നയിക്കും, വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ്, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഉത്തമം എന്നൊക്കെയുള്ള ആ ചിന്തകൾ ഡൊമിനിക് സാവിയോയിൽ ഉണ്ടായത് ഈ കുഞ്ഞിനെയും വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. കാർലോ തന്നെ പറയുന്നുണ്ട്, വിശുദ്ധമായ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ അതിൽ എയർ നിറച്ച് ഉയർത്തി നിൽക്കുന്നത് പോലെയാണ്. എന്നാൽ പാപം ചെയ്യുമ്പോൾ ആ എയർ നിറച്ച ബലൂണിൽ സംഭവിക്കുന്ന ഒരു സുഷിരം പോലെ അതിലെ എല്ലാ കാറ്റും ചോർന്ന് അത് നിശ്ചലമാകുന്നൊരവസ്ഥയിലേക്ക് വരും. എന്നാൽ കുമ്പസാരത്തിലൂടെ വീണ്ടും ദൈവവരപ്രസാദം നിറച്ചു കഴിഞ്ഞാൽ ഈ ബലൂൺ അന്തരീക്ഷത്തിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അത്തരത്തിൽ തൻ്റെ ആത്മാവിനെ എപ്പോഴും ദൈവത്തിലേക്ക് ഉയർത്തുക എന്ന ചിന്തയോടുകൂടെ തന്നെ ജീവിച്ച ഒരു കൊച്ച് ധന്യാത്മാവായിരുന്നു കാർലോ അക്വിറ്റിസ്. കാർലോയുടെ ജീവിതത്തിൽ സഹപാഠികളുമായിട്ടുള്ള ആ ഒരുമിച്ചുള്ള കളികളിലും ഒരുമിച്ചുള്ള സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ വളരെ ശാന്തമായി നിന്ന് അവരുടെ ഇടയിലുള്ള വേദന അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് മിലാനിൻ്റെ ആ ചുറ്റുപാട് 2000 ആണ്ടിനോട് അടുത്ത കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒത്തിരിയേറെ
വിവാഹ പ്രശ്നങ്ങളും കുടുംബ ജീവിത പ്രശ്നങ്ങളും ഒക്കെ അലട്ടിയിരുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മാതാപിതാക്കൾ പരസ്പരം പിരിഞ്ഞു താമസിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്തിയ കാർലോ അവരുമായിട്ട് വഴക്കടിക്കാനോ അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോകാതെ എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന ഈ കുഞ്ഞ് ഏവരെയും വല്ലാതെ ആകർഷിച്ചിരുന്നു. ഡൊമിനിക് സാവിയോയെ പോലെ തന്നെ കാർലോയ്ക്ക് ഏറെ തൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു വിശുദ്ധനായിട്ട് അനുഭവപ്പെട്ടത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആയിരുന്നു. മിലാനിൽ നിന്ന് കൂടെ അസീസിയിലേക്ക് യാത്ര നടത്താനായിട്ട് കാർലോയെയും കൊണ്ട് ഈ കുടുംബം പോകുമായിരുന്നു. മിലാനിൽ നിന്ന് അസീസിയിലേക്ക്, അസീസി പെറൂജയിലാണ്, ഏകദേശം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ യാത്രയുണ്ട്. ഈ മകനെയും കൊണ്ട് അസീസിയിൽ പോവുകയും അസീസിയിൽ ഫ്രാൻസിസ് അസീസി ജീവിച്ച, പ്രഘോഷിച്ച, സാക്ഷ്യം വഹിച്ച ഇടങ്ങളിലൊക്കെ ഈ കുഞ്ഞ് ഏറെ താല്പര്യപൂർവ്വം പ്രാർത്ഥിക്കുന്നതൊക്കെ അവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 15-ാമത്തെ വയസ്സിൽ കാർലോ അക്വിറ്റിസ് ലുക്കേമിയ ബാധിച്ച് മരിച്ചപ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള ആ ഒരു അടുപ്പവും സ്നേഹവുമാണ് കാർലോ അക്വിറ്റിസ് തൻ്റെ അന്ത്യാഭിലാഷമായിട്ട് അറിയിച്ചതുപോലെ ആ മൃതദേഹം അസീസിയിൽ തന്നെ കൊണ്ടുപോയി അടക്കം ചെയ്യാനായിട്ട് ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചതും അപ്രകാരം നിർവഹിച്ചതും. മൂന്നാമത്തെ മറ്റൊരു വിശുദ്ധൻ കാർലോ അക്വിറ്റിസിന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയത് വിശുദ്ധ താർസിയൂസ് ആയിരുന്നു. വിശുദ്ധ താർസിയൂസിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ മതപീഡനം നടന്ന ആദിമ നൂറ്റാണ്ടുകളിൽ മതമർദ്ദനത്തെ ഭയപ്പെട്ട് ഭൂഗർഭാലയങ്ങളിലായിരുന്ന, അല്ലെങ്കിൽ ഭവനങ്ങളിൽ വിശ്വാസം പരസ്യമായിട്ട് പ്രഘോഷിക്കാൻ സാധിക്കാതെ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് വിശുദ്ധ കുർബാനയുമായി പോകാൻ ധീരത കാണിച്ച ആ കൊച്ചു വിശുദ്ധനായിരുന്നു താർസിയൂസ്. വിശുദ്ധ കുർബാനയുമായി പോകുന്ന താർസിയൂസിനെ മതമർദ്ദകര് വധിച്ച ചരിത്രവും നമുക്കൊക്കെ അറിയാം. ഈ 3 പേരും കാർലോ അക്വിറ്റിസിന്റെ ജീവിതത്തിൽ കാർലോയെ സ്വാധീനിച്ച വിശുദ്ധ ജീവിതങ്ങളായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, കാർലോയുടെ മാതാപിതാക്കള് കാർലോയെയും കൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദിലേക്കും അതുപോലെ ഫാത്തിമയിലേക്കും ഫ്രാൻസിലേക്കും പോർച്ചുഗലിലേക്കൊക്കെ യാത്ര നടത്തുന്നുണ്ട്. ഈശോ സഞ്ചരിച്ച വിശുദ്ധ നാട്ടിലേക്കും അവർ പോകാൻ ആഗ്രഹിച്ചിരുന്നു അത്രേ. അപ്പോൾ കാർലോ പറയുമായിരുന്നു, 2000 വർഷം മുമ്പ് ഈശോ ജനിച്ച് നടന്ന് പ്രവർത്തിച്ച ഇടങ്ങളിൽ നാം പോകുന്നതിനേക്കാൾ ഈശോ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ആ ഈശോയെ നമുക്ക് ഇവിടെ തന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് അധികം താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് കാർലോയെക്കുറിച്ച് പറയുക. 2003 മെയ് 24-ാം തീയതിയാണ് കാർലോ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നത്, കൺഫർമേഷൻ. ഇന്ന് നമുക്കറിയാം സ്ഥൈര്യലേപനം എന്ന കൂദാശ അത് ഓറിയന്റൽ സഭകളിൽ മാമുദീസായോടൊപ്പം നൽകപ്പെടുന്ന ഒരു കൂദാശയാണ്. എന്നാൽ പാശ്ചാത്യ സഭയിൽ അത് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഈ കുഞ്ഞ് അല്പം കൂടി പക്വതയിലേക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം നൽകപ്പെടുന്ന ആ ഒരു കൂദാശയാണ്. 2003 കാർലോ സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോൾ കാർലോ ഓൾറെഡി ഒരു കൗമാരക്കാരൻ്റെതായിട്ടുള്ള ആ ഒരു ശരീരപ്രകൃതിയും ആ ഒരു വസ്ത്രധാരണവും ആ ഒരു പെരുമാറ്റ രീതിയും ഒക്കെ സ്വന്തമാക്കി അദ്ദേഹം മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ കമ്പ്യൂട്ടറിൽ വളരെ വൈദഗ്ധ്യം ഈ കുഞ്ഞ് പ്രകടിപ്പിക്കുമായിരുന്നു. എന്നാൽ ഈ കുഞ്ഞിൻ്റെ വൈദഗ്ധ്യം കമ്പ്യൂട്ടറിൻ്റെ ഇരുണ്ട സ്വാധീനങ്ങളെ മാറ്റിയിട്ട് ആ കമ്പ്യൂട്ടറിൻ്റെ വെളിച്ചത്തിൻ്റെ സാധ്യതകളെ കൂടുതൽ പ്രകടമാക്കാനായിട്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ആ പ്രായത്തിൽ തന്നെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ, 136 അത്ഭുതങ്ങൾ അത് ക്രോഡീകരിച്ച്
തൻ്റെതായിട്ടുള്ളൊരു സ്വന്തമായ ഒരു വെബ്സൈറ്റ് കാർലോ അക്വിറ്റിസ് ആരംഭിച്ചത്. മിറാക്കുളി ഒയ്ക്രിസ്തിച്ചി, യൂക്രിസ്റ്റിക് മിറക്കിൾസ് എന്ന പേരിൽ ആ വെബ്സൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ആ ചെറുപ്രായത്തിൽ തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം തനിക്ക് തന്ന ഈ കമ്പ്യൂട്ടറിൻ്റെ സാധ്യതയെ ദൈവരാജ്യ പ്രഘോഷണത്തിനായിട്ട്, വിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട്, അതിനുള്ളൊരു ശക്തമായ മാധ്യമമാക്കി മാറ്റാൻ കാർലോ അക്വിറ്റിസ് പരിശ്രമിച്ചു എന്നുള്ളത് ആ കുഞ്ഞിൽ എന്തുമാത്രം ദൈവസ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ ഒരു തെളിവ് തന്നെയാണ്. കാർലോ അക്വിറ്റിസിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് കഴുത്തിൽ തൊണ്ടയിലുണ്ടായ ഒരു ചെറിയ അസുഖത്തെ തുടർന്ന് മിലാനിലുള്ള ആശുപത്രിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം ആ അസുഖത്തെ അത്രയും ഗൗരവമായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നതാണെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് വിദഗ്ധ പരിശോധനയിൽ നിന്നാണ് മനസ്സിലായത് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മാരകമായ ബ്ലഡ് ക്യാൻസർ, ലുക്കേമിയ ബാധിച്ചിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ കഴിയുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്കായ ഒരവസ്ഥയിൽ എപ്രകാരമാണ് ഈ ഒരു വിഷയം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുക, അവനെ ഏത് രീതിയിലായിരിക്കും ഈ ഒരു അസുഖം സ്വീകരിക്കുക എന്നൊക്കെയുള്ള ഉത്കണ്ഠയുണ്ടായിരുന്നെങ്കിലും അവൻ വളരെ ശാന്തനായിട്ട് തൻ്റെ ഈ അസുഖത്തെ സ്വീകരിക്കുകയും ഏത് സമയത്ത് മരിക്കാനും തനിക്ക് ഭയമില്ല എന്നും മരിച്ചാൽ താൻ സ്വർഗത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്നും വളരെ ധീരമായിട്ട് പ്രഘോഷിച്ച ഒരു കുഞ്ഞായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കൗമാരപ്രായക്കാരൻ ജീൻസ് ധരിച്ച്, കൂളിംഗ് ഗ്ലാസ് ധരിച്ച്, ചാരിത്രശുദ്ധിയെ പ്രണയിച്ച്, പാപമില്ലാത്തൊരു ജീവിതാവസ്ഥയിലൂടെ കടന്നുപോയി ഏവർക്കും പ്രചോദനകരമാകുന്ന ഒരു യുവ സാന്നിധ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കൗമാരക്കാരനെ കാണുന്നവരൊക്കെ അതിശയത്തോടെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയും ഒരു വിശുദ്ധനോ? ഫ്രാൻസിസ് പാപ്പ അതുകൊണ്ടാണ് ക്രിസ്തുസ് വീവിത്തിൽ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്ന യുവജനങ്ങൾക്കുള്ള സിനഡിന് ശേഷം പുറത്തിറക്കിയ സിനഡാനന്തര അപ്പസ്തോലിക ലേഖനത്തിൽ യുവത്വത്തിൻ്റെ പ്രത്യേകതയിൽ എപ്രകാരം നമ്മുടെ നൈസർഗികമായ സാധ്യതകളും കഴിവുകളും ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ എങ്ങനെ നമുക്ക് ക്രിസ്തുവിൻ്റെ പ്രതിബിംബങ്ങളായി മാറാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ഗൗദേത്തെ എത്ത് എക്സുൾത്താത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനവും നമ്മളോട് പറയുന്നത് മറച്ചൊന്നുമല്ല. വിശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. അത് നിങ്ങളുടെ ഊർജത്തെയോ യൗവനത്തെയോ നൈസർഗികതയോ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നുവോ അതായിത്തീരുന്നതാണ് വിശുദ്ധി. കാർലോ അക്വിറ്റിസ് നമുക്ക് നൽകുന്ന വലിയ ഒരു പ്രചോദനം ഇത് തന്നെയാണ്. സാധാരണ നാമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതവും മാതാപിതാക്കളുടെ പ്രചോദനവുമാണ് കുഞ്ഞുങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. എന്നാൽ കാർലോയുടെ കാര്യത്തിൽ കാർലോയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, ഈ കുഞ്ഞിൻ്റെ വിശുദ്ധ ജീവിതമാണ് തൻ്റെ ജീവിതത്തെയും മാറ്റിമറിച്ചത്. ആ കുഞ്ഞ് അമ്മയോട് പറയുമായിരുന്നത്രേ, അമ്മ മരിച്ചു പോകാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. ഏതമ്മയാണ് ഒരു കുഞ്ഞ് അങ്ങനെ പറയുന്നത് കേട്ടാൽ വിഷമിക്കാത്തത്? അമ്മ ചോദിച്ചു, എന്തുകൊണ്ടാ മോനെ അങ്ങനെ പറയുന്നേ? ആ കുഞ്ഞിൻ്റെ മറുപടി, മരിച്ചാലല്ലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ. സ്വർഗത്തിൽ പോയാലല്ലേ നമുക്ക്
ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തെ കാണുക, ദൈവത്തോടൊപ്പമായിരിക്കുക, ആ ഒരു വലിയൊരു ആഗ്രഹം ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിച്ച ഒരു കുഞ്ഞ് വലിയ വിശുദ്ധൻ, അതാണ് കാർലോ അക്വിറ്റസ്.